സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ആരെ പൂജിപ്പു ദേവാസുര നരനികരം നല്ല കാര്യങ്ങൾ ഓരോന്നാരംഭിക്കേ തടസ്സം സകലമകലുവാൻ താണിരന്നാശ്രയിപ്പു ആ വിഘ്നേശൻ ഗജാസൻ നിജകര കലശം തെല്ലുയാഴ്ചൻ പൊടിറ്റിച്ചാവൂ തെറ്റൊന്നു പറ്റാതാമൃത വിരതമെൻ ശ്ലോകമോതുന്ന നാവിൽ പ്രചോദനം നമുക്കെന്നും ബുദ്ധിയേകുന്ന വിദ്യയെ ധ്യാനിപ്പൂ സർവ ചൈതന്യ രൂപയാം ആദ്യയെ സദാ. ശ്രീ സരസ്വത്യേ നമഃ. ദേവി പ്രസീദ ഭുവനേശ്വരി ലോകമാതേ ശ്രീ ശാരദേ തവ പദം പണിയുന്നു നിത്യം. നീയുള്ളവൾക്കു തുണയായ അലിവോടെ എന്നും നീ നാവിൽ വന്നു വിളയാടുക വേണമമ്മേ. ശ്രീ ഗണേശായ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം അധ്യായം 1 ശൗനക പ്രശ്നം. കുറെ കാലമായി നമ്മൾ നാരായണീയവും ഭാഗവതവും അതുപോലെ ഗർഗഭാഗവതവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇനി നമുക്കൊന്ന് ദേവി ഭാഗവതം അതും കൂടി വേണ്ടേ. അപ്പം ദേവി ഭാഗവതത്തിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം എന്താ പറയുന്നത് വെച്ചാല്, പ്രസിദ്ധമായ നൈമിഷാരണ്യത്തിൽ അറിയാലോ. നൈമിഷാരണ്യം എന്ന് വെച്ചാല് ബ്രഹ്മാവ് ഒരു ചക്രം കൊടുത്തു. ആ ചക്രം ഉരുട്ടി ഉരുട്ടി എവിടെയാണോ ആ ചക്രത്തിന്റെ ഇത് പൊട്ടുന്നത് അവിടെ വെച്ച് ഭാഗവതം നടത്തിക്കൊള്ളാനാന്ന് പറഞ്ഞ സത്രം. അതാണ് അങ്ങനെയാണ് അതിന് നൈമിഷാരണ്യം. നേമി എന്ന് പറഞ്ഞാൽ ചക്രം, അത് പൊട്ടി ആ സ്ഥലത്താണ് നൈമിഷാരണ്യം എന്ന് പറയുന്നത്. ആ നൈമിഷാരണ്യത്തിൽ ശൗനക മഹർഷിമാർ സത്സംഗം നടത്തുകയായിരുന്നു. കലികാലത്തിന്റെ കെടുതികൾ എങ്ങനെ തരണം ചെയ്യാമെന്ന് അവർ തമ്മിൽ ആലോചിച്ചു. അങ്ങനെ അവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ് ജ്ഞാനം കൊണ്ട്. ജ്ഞാനവൃദ്ധന്മാരാണ് എല്ലാവരും. അവരെപ്പോഴും ഭഗവാനെ തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആ ഭാഗവതോത്തമന്മാരാണ് അവര്. 1000 കൊല്ലം നീണ്ടു നിൽക്കുന്ന സത്രം നടത്താൻ തീരുമാനിച്ചു. അപ്പൊ 1000 വർഷമല്ല ഒരാൾക്ക് ആയുസുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. കലിക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലം വേണമെന്ന് കരുതി ഉപദേശത്തിനായി അവർ ബ്രഹ്മാവിനെ സമീപിച്ചു. അവർ തങ്ങളുടെ ആവശ്യം ബ്രഹ്മാവിനെ അറിയിച്ചു. ബ്രഹ്മാവ് ഒരു ചക്രം അവർക്ക് കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇത് ഉരുട്ടിപ്പോയി എവിടെ ഈ നേമി ശീർണമാകുന്നുവോ ആ സ്ഥലം ഉത്തമമാണ്. ശീർണം അതായത് പൊട്ടുക, ആ സ്ഥലം ഉത്തമമാണ്, അവിടെ കലി പ്രവേശിക്കുകയില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് മഹർഷിമാരെന്ത് ചെയ്തു, ആ ചക്രം ഇങ്ങനെ കുട്ടികൾ ഉരുട്ടി ഉരുട്ടി കളിക്കുന്ന പോലെ ഉരുട്ടി 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 ദേശം തോറും നടന്നു. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ നേമി ശീർണമായിപ്പോയി. ശീർണമായ സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിന് നൈമിഷാരണ്യം, അങ്ങനെയാണ് ആ സ്ഥലത്തിന് ആ പേര് വന്നത്. അവിടെയാണ് ശൗനക മഹർഷിമാർ ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെ അവർ യാഗം നടത്തിയും ഭഗവത് സ്മരണ ചെയ്തും ദിവസങ്ങൾ ഇങ്ങനെ അവർക്കതാണ് പരമാനന്ദം. അവർ മഹാപണ്ഡിതന്മാരായതുകൊണ്ട് പല സംശയങ്ങളും തമ്മിൽ സംവദിച്ചുകൊണ്ട് പരിഹാരങ്ങൾ കണ്ടു. ഒരാൾക്ക് സംശയം തോന്നുന്നത് അടുത്ത ആളോട് ചോദിക്കും, അല്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും. അതിനവരങ്ങനെ പരസ്പരം ചോദ്യോത്തരവും ആയിട്ടവര് പരിഹാരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രോമഹർഷണന്റെ പുത്രനും വ്യാസശിഷ്യനുമായ ഉഗ്രശ്രവസ് എന്ന സൂതൻ യാഗശാലയിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിനെ കണ്ട ഉടൻ, അദ്ദേഹത്തിന്റെ പേരാണ് രോമഹർഷ്. ആ പേര് വരാൻ തന്നെ കാരണം എന്താ, അദ്ദേഹത്തിന്റെ കഥ കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാവൂത്രേ എല്ലാവർക്കും. അത്രയും മനോഹരമായിട്ട് കഥ പറയുന്ന ആളാണ് രോമഹർഷന്. അപ്പൊ കണ്ട സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് ബഹുമാനിച്ച് വിശിഷ്ടമായ പീഠത്തിൽ ആസനസ്ഥനാക്കി ശീതോപചാരങ്ങളൊക്കെ ചെയ്തു. മഹർഷിമാര് സൂതനോട് ചോദിച്ചു, അല്ലയോ സൂത മഹാശയ, അങ്ങ് വ്യാസമഹർഷിയുടെ ശിഷ്യനാണല്ലോ അല്ലേ? അങ്ങയുടെ അച്ഛനും അപാര പാണ്ഡിത്യമുള്ള മഹാനാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആരാ പറയണത്? വേദവ്യാസ മഹർഷിനെയാണ് പറയുന്നത്. അങ്ങ് 18 പുരാണങ്ങളും വ്യാസനിൽ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിവുണ്ട്. 5 ലക്ഷണങ്ങളും ഒത്തുചേർന്ന ദേവി ഭാഗവതം. മറ്റു ഭാഗവതത്തിന് എത്ര ലക്ഷണങ്ങള്?
10 ലക്ഷണങ്ങൾ. ഇതിന് 5 ലക്ഷണങ്ങളാണ്. ഞങ്ങൾക്ക് പറഞ്ഞു തരണേന്ന് അവര് ആവശ്യപ്പെട്ടു. ഈ സ്ഥലം കലിക്ക് കയറാൻ പറ്റാത്തതാണ്, അതുകൊണ്ടാണ് ഞങ്ങള് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ താപത്രയങ്ങളും ഇവിടെ ഉണ്ടാവില്ല. അതിനാൽ ഇവിടെ താമസിച്ച് ഞങ്ങൾക്ക് ഈ പുരാണം പറഞ്ഞു തരണേന്ന് വീണ്ടും വീണ്ടും അവരാവശ്യപ്പെടുകയാണ്. അങ്ങനെ മഹർഷിമാര് പറയുന്നു സൂതനോട്, കേൾക്കാനും ആസ്വദിക്കാനും ചെവിയുണ്ടെങ്കിലും പുരാണങ്ങൾ കേൾക്കാത്തവർ ഈശ്വര കൃപയില്ലാത്തവരാണ്. എന്തെങ്കിലും കേട്ടാല് പലതും കേൾക്കുന്നില്ലേ? ഇപ്പൊ പറയും എന്താ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത് സ്മരണ അല്ലെ ഭഗവത് നാമം ഉച്ചരിക്കാത്ത വായ എന്താ പറയാ ഉർക്കന്റെ മാളം പോലെ എന്നൊക്കെ പറയും. ഒന്നും കാര്യമില്ല അതിനെ കൊണ്ട്. അങ്ങനെ ഈശ്വര കൃപയില്ലാത്തവരാണ്. എരിവ്, പുളി, മധുരം, കയ്പ്, ഉപ്പ്, ചവർപ്പ് തുടങ്ങിയ 6 രസങ്ങള് ഏതുവിധം മനുഷ്യന് രസമാകുന്നുവോ അതുപോലെ മഹാത്മാക്കളുടെ വാണികൾ ചെവിക്ക് അമൃതരസം പകരും. ഇതും ആസ്വാദനം. ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, ഇത് ചെവിയിലൂടെ വരുന്നതും കേൾക്കാൻ പറ്റുന്നതും അതൊരു തരം ഭക്ഷണം തന്നെയാണ്. വായ കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്നു. കണ്ണുകൊണ്ട് ഇങ്ങനെ പാനം ചെയ്യുന്നതും ഭക്ഷണം തന്നെയാണ്. ചെവിയില്ലാത്ത പാമ്പുകളും പാട്ട് കേട്ട് രസിക്കുന്നുണ്ടെന്ന് ഞങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട്. അക്ഷയകർണാന് അതിന് പാമ്പിന് ചെവി കേൾക്കുമ്പം കണ്ണ് കാണൂല, കണ്ണ് കാണുമ്പോൾ ചെവി കേൾക്കൂല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അവരും കൂടി ഇത് കേട്ടിട്ട് സന്തോഷിക്കുന്നുണ്ട് പാട്ട് കേട്ടാലെന്ന് പറയുന്നത്. ചെവി ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ ആസ്വദിക്കാത്തവർ ബധിരർക്ക് തുല്യരാണ്. കലികാലമായതുകൊണ്ട് പണ്ഡിതന്മാർ ശാസ്ത്ര ചിന്തനം ചെയ്ത് ജീവിതം സഫലമാക്കുന്നു. ചില ശാസ്ത്രങ്ങളിൽ കുതർക്കങ്ങളാണുള്ളത്. അവയെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ മനസ്സ് അസ്വസ്ഥമാകും. വേണ്ടാത്ത കുസൃതി, ഇങ്ങനെ തർക്കം, ഇതാണ് കുതർക്കം എന്ന് പറഞ്ഞത്. ഗ്രന്ഥങ്ങൾ നമുക്ക് ഒട്ടനവധി ഉണ്ടല്ലോ, ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം, മതഗ്രന്ഥം മാത്രം ഉള്ളതല്ല നമ്മുടെ ഭാരതീയ സംസ്കാരം. നമ്മുടെ സംസ്കൃതി എന്ന് വെച്ചാൽ ഒന്നിനും ദാരിദ്ര്യമില്ല. ഒരുപാട് ഈശ്വരന്മാര്, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഒക്കെ ഉണ്ട് നമുക്ക്. നമ്മൾ എല്ലാം കൊണ്ട് സമ്പൽ സമൃദ്ധിയുള്ളവരാണ്. ചെവി ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ ആസ്വദിക്കാത്തവർ ചെവി ഇല്ലാത്തവർക്ക് തുല്യമാണെന്ന് പറഞ്ഞു. കലികാലമായതുകൊണ്ട് ഞങ്ങൾ വളരെ ദുഃഖിതരാണ്. ഞങ്ങൾക്ക് സങ്കടം തന്നെയാണ്. ദുഃഖം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കലിയുടെ ആ ഒരു മൂർധന്യത്തില് എന്താവും ലോകം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. മൂർഖന്മാർ ജീവിതം എങ്ങനെയെങ്കിലും തള്ളി നീക്കുന്നു. പണ്ഡിതന്മാർ ശാസ്ത്ര ചിന്തനം ചെയ്ത് ജീവിതം സഫലമാക്കുന്നു. ചില ശാസ്ത്രങ്ങളിൽ കുതർക്കങ്ങളാണുള്ളതെന്ന് പറഞ്ഞല്ലോ. അവരെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ മനസ്സ് അസ്വസ്ഥമാകുമെന്നും പറഞ്ഞു. ഗ്രന്ഥങ്ങൾ നമുക്ക് ഒട്ടനവധി ഉണ്ട് എന്നും പറഞ്ഞു. അതിൽ വേദാന്തം സാത്വികമാണ്, മീമാംസ രാജസത്തിൽ പെടുന്നു, തർക്കവും ന്യായശാസ്ത്രവും താമസത്തിൽ പെടുന്നു. അങ്ങനെ ഈ പുരാണം 5 ലക്ഷങ്ങൾ ചേർന്നതാണെന്നും അതിൽ ഭാഗവതം 5ാമത്തെ വേദമാണെന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. പുരുഷാർത്ഥങ്ങളെ ധർമ്മ, അർത്ഥ, കാമം, ധർമ്മോ, അർത്ഥവും കാമവും എന്നിവയും മോക്ഷം ഇച്ഛിക്കുന്നവർക്ക് മുക്തിയും പ്രദാനം ചെയ്യുന്ന അതിവിശിഷ്ട ഗ്രന്ഥം ആണല്ലോ ദേവി ഭാഗവതം. ആ ശ്രേഷ്ഠമായ പുരാണത്തെ ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ. അത് കേൾക്കാൻ ഞങ്ങൾ ആകാംക്ഷാഭരിതരായിരിക്കുകയാണ്. ഗുരുഭക്തിയും സത്വഗുണവും ചേർന്ന് ധർമ്മിഷ്ഠനായ അങ്ങേക്ക് വ്യാസനിർമ്മിതമായ ഈ പുരാണത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങയുടെ നാവിൽ നിന്ന് ഉതിരുന്ന ഈ വാണികൾ ദേവന്മാർക്ക് അമൃതം എന്ന പോലെ ഞങ്ങൾക്ക് മധുരതരവുമാണ്. അമൃതം സേവിക്കുന്നവർക്ക് അമരത്വം ലഭിക്കുന്നു, എന്നാൽ ഭാഗവതം സേവിക്കുന്നവർക്ക് മോക്ഷം തന്നെയാണ് പ്രാപ്തമാവുന്നത്. ഞങ്ങൾ മോക്ഷേച്ഛുക്കളാണ്. ഞങ്ങൾ ധാരാളം യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാലും ഞങ്ങളുടെ മനസ്സിന് ശാന്തി കിട്ടുന്നില്ല. യജ്ഞങ്ങൾ ചെയ്യുന്ന സ്വർഗപ്രാപ്തിക്കാണല്ലോ, എന്നാൽ ഞങ്ങളുടെ മനസ്സിന് ശാന്തി കൈവരുന്നതേയില്ല. എത്ര യജ്ഞം ചെയ്താലും. യജ്ഞങ്ങൾ ചെയ്യുന്ന സ്വർഗപ്രാപ്തി കാണുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ഇഹലോകത്തേക്ക് തന്നെ വരേണ്ടിയിരുന്നില്ലേ? അങ്ങനെ ജനീമൃതികൾക്കിടയിൽപ്പെട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ.
ജ്ഞാനം കൂടാതെ മുക്തി ലഭിക്കില്ല. ജനങ്ങൾ ത്രിഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് നട്ടം തിരിയുകയാണ്. ഇത് ത്രിഗുണം നേരത്തെ പറഞ്ഞില്ലേ. മോക്ഷം പ്രദാനം ചെയ്യുന്ന എല്ലാ രസങ്ങളും ഒത്തിണങ്ങിയ ദിവ്യമായ ദേവീ ഭാഗവതം അങ്ങ് വിസ്തരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. പിന്നീട് അപ്പൊ എന്ത് പറയുന്ന, ശൗനകാദികൾ സ്നേഹനിർഭരമായ വാക്ക് കേട്ട് സൂതന് വലിയ സന്തോഷമായി. അതാണ്, അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാല് സന്തോഷാവും. അദ്ദേഹം പറഞ്ഞു, വേദങ്ങൾ കീർത്തിക്കുന്ന ആ പുരാണം പറഞ്ഞു തരാൻ മഹാന്മാരായ നിങ്ങൾ അപേക്ഷിക്കുകയിൽ ഞാൻ ധന്യനായി. യോഗീന്ദ്രന്മാർക്ക് മുക്തി നൽകുന്നതും ബ്രഹ്മാദികളാൽ സേവിക്കപ്പെടുന്നതും ഋഷീശ്വരന്മാർക്ക് ധേയവുമായിരിക്കുന്ന ആ മഹാമായെ നമസ്കരിച്ചുകൊണ്ട് ഭക്തിരസം തുളുമ്പുന്നതും ഭഗവതി നാമത്താൽ വിശ്രുതവുമായിരിക്കുന്ന ആ പുരാണം ഹേ ബ്രാഹ്മണോത്തമന്മാരെ ഞാൻ വിസ്തരിച്ച് പറയുവാൻ ശ്രമിക്കാം ആവും പോലെ. അതാണ് ഞാൻ വലിയ കേമെന്ന് അറിവുള്ളവർ പറയില്ല, നിറകുടം തുളുമ്പൂലല്ലോ. വേദം അജഗദമ്പയെ പറയുന്നത് വിദ്യ എന്നാണ്. അവൾ സർവജ്ഞയാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് സർവജ്ഞന്മാര്. സംസാരബന്ധത്തെ മുറിച്ചു കളയുന്ന അതിശക്തിയാണ് അവൾ. മഹാത്മാക്കൾക്ക് അവൾ സ്മരണ മാത്രം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ദുഷ്ടന്മാർക്ക് അവളെ അറിയാൻ സാധ്യമല്ല താനും. ആ ജഗദമ്പ എല്ലാ സിദ്ധികളും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം തന്നെ ഇദ്ദേഹം പ്രാർത്ഥിച്ചു. ത്രിഗുണമാകുന്ന ശക്തി കൊണ്ട് ഒറ്റക്ക് വിശ്വത്തെ സൃഷ്ടിച്ചും പരിപാലിച്ചും കൽപ്പകാലത്ത് സംഹരിച്ചും കൊണ്ടെല്ലാം നടത്തുന്ന ആ അഖിലാണ്ടമണ്ഡലം നിറഞ്ഞു നിൽക്കുന്ന ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. ലോകം സൃഷ്ടിക്കുന്ന ബ്രഹ്മാവാണെന്ന് പറയുന്നു. പുരാണത്തെ പറ്റി അറിവുള്ളവരും അത് തന്നെയാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ ജന്മത്തിന് കാരണമായിരിക്കുന്നത് ഹരിയുടെ നാഭിയിലുള്ള താമരയിൽ നിന്നാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏത് അറിയാലോ, അതല്ലേ പത്മജൻ എന്നൊക്കെ പറയുന്നത്. ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ നാഭി എന്നൊരു താമര ഉയർന്നു വന്നു, അതിലാണ് ബ്രഹ്മാവ് ഉണ്ടായത്, ഉത്ഭവിച്ചതെന്നൊക്കെ അല്ലേ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അസ്വതന്ത്രനായ ഹരി എങ്ങനെയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശ്രീഹരി ആദിശേഷനാകുന്ന മെത്തയിൽ ഉറങ്ങുന്ന സമയത്താണ് ബ്രഹ്മാവ് ജനിച്ചതെന്ന് പറയുന്നു. കിടക്കുന്ന ഹരിക്കാധാരം അനന്തനുമാണ്. അപ്പോൾ എങ്ങനെയാണ് മുരാരി സൃഷ്ടി നടത്തുന്നത് എന്നാണ് ചോദ്യം. സമുദ്രത്തിലെ ജലം ദ്രവരൂപത്തിലാണല്ലോ, അപ്പോൾ ആരാണ് അതിനെ താങ്ങി നിർത്തുന്നത്? ഇതൊക്കെ ചോദ്യമാണ്. ആ നീരിനും താങ്ങായി നിൽക്കുന്നത് ആ മഹേശ്വരിയാണ്. ആ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ദേവി ഭാഗവതത്തിൽ ദേവിയെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് വെച്ച് വർണ്ണിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുക. അതുപോലെ നമ്മുടെ മഹാഭാഗവതത്തിലാണെങ്കിൽ എല്ലാറ്റിനും സർവേശ്വരൻ മഹാവിഷ്ണു തന്നെയാണ്. യോഗനിദ്രയിലാണ്ട് പോയ ഹരിയെ കണ്ട് പത്മാസനസ്ഥനായി വിരാജിക്കുന്ന ബ്രഹ്മാവ് തുതിച്ച ആ ദേവിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ദേവി ഭാഗവതമാകുന്ന പുണ്യപുരാണത്തിൽ 18,000 ശ്ലോകങ്ങളുണ്ട്. വ്യാസമഹർഷിയാൽ വിരചിതമായ ഈ ഗ്രന്ഥത്തിൽ 12 സ്കന്ധങ്ങളാണുള്ളത്. അത് നമ്മുടെ ഭാഗവതത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ആകെ 318 അധ്യായങ്ങളും. 1-ാം സ്കന്ധത്തിൽ 20-ഉം 2-ാം സ്കന്ധത്തിൽ 12-ഉം 3-ാം സ്കന്ധത്തിൽ 30-ഉം 4-ാം സ്കന്ധത്തിൽ 25-ഉം ശ്ലോകങ്ങൾ. 5-ാം സ്കന്ധത്തിലാണെങ്കിലോ 35, 6-ാം സ്കന്ധത്തിൽ 31 ഉള്ളൂ, 7-ാം സ്കന്ധത്തിൽ 40 ഉണ്ട്, 8-ാം സ്കന്ധത്തിൽ 24, 9-ാം സ്കന്ധത്തിലാണെങ്കിൽ 50, 10-ാം സ്കന്ധത്തിൽ 13, 11-ാം സ്കന്ധത്തിലാണെങ്കിൽ 24, 12-ാം സ്കന്ധത്തിൽ 14 അധ്യായങ്ങൾ. ശ്ലോകങ്ങളല്ല, അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യം ഒരു 30 വരെ വേണ്ട എല്ലാറ്റിനും. അങ്ങനെ പറയുകയാണ് സൂതമഹാശയൻ. ഈ പുരാണത്തിൽ 5 ലക്ഷണങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞുവല്ലോ. വംശം, വംശാനുചരിതം, സർഗം, പ്രതിസർഗം, മന്വന്തരം എന്നിവയാണ് 5 ലക്ഷണങ്ങൾ. വംശവും വംശാനുചരിതം, സർഗവും പ്രതിസർഗവും മന്വന്തരം. ആ മഹേശ്വരി നിർഗുണയാണ്, നിത്യയാണ്, സർവവ്യാപിനിയാണ്, നിശ്ചലയാണ്, മുക്തിപ്രദായിനിയാണ്, സർവർക്കും ആശ്രയിക്കാൻ യോഗ്യതയുള്ളവളാണ്, ഭക്തി കൊണ്ട് പ്രാപിക്കാൻ എളുപ്പവുമാണ് ജഗദംബികയെ. ആ അഖിലേശ്വരിയുടെ സത്വരജോ തമോ ഗുണങ്ങളിൽ നിന്ന് യഥാക്രമം അവതരിച്ച ദേവിമാരാണ് മഹാലക്ഷ്മി, മഹാവാണി, മഹാകാളിക. ഈ 3 രൂപങ്ങളും
സൃഷ്ടിക്കു വേണ്ടി എടുത്തിട്ടുള്ള രൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാർ ഇതിനെ സർഗം എന്ന് പറയുന്നു. പിന്നീടാണ് സൃഷ്ടി സ്ഥിതി സംഹാരാർത്ഥം യഥാക്രമം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ദേവന്മാരുണ്ടായതത്രേ. ഇതിനെ പ്രതിസർഗം എന്ന് പറയുന്നു. സോമസൂര്യ വംശജരായ രാജാക്കന്മാരുടെയും ദൈത്യാദികളുടെയും ഉത്ഭവങ്ങളെ വർണ്ണിക്കുന്നതിനെ വംശം എന്ന് പറയുന്നു. സ്വയംഭൂമന് തൊട്ടുള്ള മനുക്കളുടെ ചരിതം വിസ്തരിച്ചു പറയുന്നതിനെ മന്വന്തരം എന്നും അവരുടെ വംശങ്ങളെ വിസ്തരിക്കുന്നതിനെ വംശാനുചരിതം എന്നും പറയുന്നു. പിന്നീടാണ് അഞ്ചാം വേദം, പഞ്ചമവേദം എന്ന് പറയപ്പെടുന്ന ഭാരതം എന്ന ഇതിഹാസം നിർമ്മിച്ചത്. ശൗനകൻ: അല്ലയോ സർവജ്ഞ, ആ പുരാണങ്ങൾ ഏതൊക്കെയാണ്? അവയെ വിസ്തരിച്ച് കേൾക്കാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുകയാണ്. ബ്രഹ്മാവ് കൽപ്പിച്ചു തന്നതാണ് ഈ സ്ഥലം. ഇവിടെ കലിഭയം തീണ്ടുകയില്ല. ഞങ്ങൾ പശുഹിംസ കൂടാതെ യത്നം ചെയ്ത് സത്യയുഗം വരെ ഇവിടെ തന്നെ സത്സംഗം ചെയ്ത് കഴിഞ്ഞുകൂടാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യയുഗം എന്നാൽ സമാധാനം. ഈ കലിയുഗം എങ്ങനെയൊന്ന് അവസാനിച്ചു കിട്ടിയ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചിട്ടാണ് അവര് ഈ സൽക്കർമ്മത്തിന് പുറപ്പെട്ടത്. ഞങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമായാണ് അങ്ങ് ഇവിടെ എത്തിച്ചേർന്നത്. വേദത്തിന് സമാനമായിരിക്കുന്ന ഈ പുരാണത്തെ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ശ്രേഷ്ഠനായ വക്താവാണ് അങ്ങ്. ഞങ്ങൾ ശ്രദ്ധയുള്ള ശ്രോതാക്കളുമാണ്, അതിന് സംശയമില്ല. ഞങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കും അങ്ങ് പറയുന്നത്. ഒരേ ചിന്തയോടെ പുരാണ ശ്രവണത്തിന് ഉത്സുകരായിരിക്കുകയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വേറൊന്നും കേൾക്കണ്ട. ഞങ്ങൾക്ക് ദാഹവുമില്ല, വിശപ്പില്ല, അങ്ങനെയുള്ള ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കഥ കേട്ടാൽ മതി. മറ്റു ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സത്സംഗം ഞങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ ശ്രവിക്കാനും സാധിക്കും. ഞങ്ങളൊരു കുടുംബസ്ഥനല്ല, ലൗകികമായി ജീവിക്കുന്ന ആൾക്കാരല്ലല്ലോ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ജോലിയില്ല. ഇങ്ങനെ ഇരുന്ന് പരമാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് കഥ കേട്ടാൽ മതി. ഈശ്വര കഥകൾ ധർമ്മ അർത്ഥ കാമങ്ങളെപ്പറ്റി ഇതിൽ ഭംഗിയായി വർണ്ണിച്ചിട്ടുള്ളതിനാൽ ജ്ഞാനവും സിദ്ധിക്കും. ജ്ഞാനമുണ്ടായാൽ മോക്ഷം ഉറപ്പാണല്ലോ. അല്ലയോ സൂത, താപത്രയങ്ങളൊന്നും കൂടാതെ ഇവിടെ സുഖമായി താമസിച്ച് ഞങ്ങളെ അറിവുള്ളവരാക്കി തന്നാലും എന്ന് പറഞ്ഞു. കൃഷ്ണദ്വൈപായൻ പറഞ്ഞ പരിഭാവനമായ പുരാണം കേട്ടിട്ട് ഞങ്ങൾക്ക് മതി വന്നിട്ടില്ല. അതുകൊണ്ട് ആ കഥകൾ ഇനിയും പറയൂ എന്ന് ശൗനകാദി മഹർഷിമാര് ആവശ്യപ്പെട്ട സമയത്ത് സർവഗുണങ്ങൾക്കും ആധാരമായിട്ടുള്ളവളും എല്ലാവർക്കും അമ്മയായിട്ടുള്ളവളും ആയ ആ ദേവിയുടെ സച്ചരിത്രം ഭഗവതിയുടെ പേരാൽ തന്നെ കീർത്തി കേട്ടതാണ്. ആ പുരാണം സർവകാമങ്ങളെയും പ്രദാനം ചെയ്യുന്നതും ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്നതുമാണ്. ആ പുരാണ ശ്രവണത്തിന് കാതോർത്തിരിക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. പുരാണത്തെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങി. പുരാണ നിർണയം ഇതാണ് പറയുന്നത്. അല്ലയോ മഹർഷിമാരെ, സൂതമഹാശയം പറയുകയാണ്. അല്ലയോ മഹർഷിമാരെ, സത്യവതി സുതനായ വ്യാസമഹർഷി പറഞ്ഞു കേട്ടിട്ടുള്ള ആ പുണ്യപുരാണം ഞാൻ പറഞ്ഞു തരാം. പുരാണങ്ങളും ഉപപുരാണങ്ങളും ഉണ്ട്. മത്സ്യപുരാണം, മാർക്കണ്ഡേയപുരാണം, ഭവിഷ്യം, ഭാഗവതം, ബ്രഹ്മാണ്ഡം, ബ്രഹ്മവൈവർത്തം, വായവ്യം, വാമനം, വൈഷ്ണവം, വാരാഹം, അഗ്നി, നാരദം, പത്മപുരാണം, ലിംഗപുരാണം, ഗാരുഡപുരാണം, കൂർമ്മപുരാണം, സ്കാന്തം എന്നിവയാണ് പുരാണങ്ങൾ. 18 പുരാണങ്ങൾ. സനൽകുമാരം, നാരസിംഹം, നാരദീയം, ശിവം, ദൗർവാസുത്വം, കാപിലം, മാനവം, ഔഷധനം, വാരുണം, കാളികം, സാംബം, സൗര്യം, ആദിത്യം, മാഹേശ്വരം, ഭാഗവതം, വാസിഷ്ഠം എന്നിവ ഉപപുരാണങ്ങളാണ്. പുരാണങ്ങളും ഉപപുരാണങ്ങളും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഓരോ പുരാണത്തിലുമുള്ള ശ്ലോകങ്ങളുടെ എണ്ണം പറയുന്നു. മത്സ്യപുരാണത്തിൽ 14,000 ശ്ലോകങ്ങളുണ്ട്. മാർക്കണ്ഡേയത്തിലാണെങ്കിൽ 9,000 ഉള്ളൂ. ഭവിഷ്യത്തിൽ 19,000, ഭാഗവതത്തിൽ 18,000, ബ്രാഹ്മത്തിൽ 10,000, ബ്രഹ്മാണ്ഡത്തിൽ 13,000, ബ്രഹ്മവൈവർത്തത്തിൽ 18,000, വായവ്യത്തിൽ 30,000, വാമനത്തിൽ 10,000, വൈഷ്ണവത്തിൽ 23,000, വാരാഹത്തിൽ 24,000, അഗ്നിപുരാണത്തില് 16,000 ശ്ലോകങ്ങളാണ്. നാരദത്തിലാണെങ്കിലും 25,000 ശ്ലോകങ്ങളുണ്ട്. ആത്മത്തിൽ 55,000 ശ്ലോകങ്ങളുണ്ട്. ലിംഗപുരാണത്തിൽ 11,000 ശ്ലോകങ്ങളുണ്ട്. കാരുടത്തിൽ 19,000 ശ്ലോകങ്ങൾ. കൂർമ്മപുരാണത്തിൽ 17,000,
കാന്തപുരാണത്തിൽ 81,000 ശ്ലോകങ്ങളുണ്ട്. ഈ പുരാണങ്ങൾ രചിച്ചതിന് ശേഷമാണ് വ്യാസൻ അതിവിശിഷ്ടമായ ഭാരതം രചിച്ചത്. ഓരോ മന്വന്തരത്തിലും വ്യാസമഹർഷി ധർമ്മത്തിനെ അടിസ്ഥാനമാക്കി പുരാണങ്ങൾ രചിച്ചിരുന്നു. വ്യാസരൂപനായ വിഷ്ണു ലോക നന്മക്കായി വേദത്തെ വ്യസിക്കുകയും ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേരും കിട്ടിയല്ലോ. കലികാലത്ത് ജനങ്ങൾക്ക് ആയുസ്സും ബുദ്ധിയും കുറയുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വ്യാസൻ ഓരോ യുഗത്തിലും ദേവി ഭാഗവതം രചിക്കുകയുണ്ടായി. വൈവസ്വതം എന്നു പേരുള്ള 7-ാം മന്വന്തരത്തിൽ ദ്വാപരത്തിൽ വ്യാസൻ 28 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വ്യാസഭഗവാനാണ് എൻ്റെ ഗുരു. 29ാമതായി ദ്രൗണിയായും അദ്ദേഹം ജന്മമെടുക്കും. ഇത് കേട്ട് ശൗനകാദികൾ സൂതനോട് ചോദിക്കുന്നു, അല്ലയോ മഹാശയ, മുൻപേ ഉണ്ടായ യുഗത്തിലെ വ്യാസന്മാർ ആരൊക്കെയാണ്? ദ്വാപരങ്ങളിൽ ഉണ്ടാക്കിയ പുരാണങ്ങളും ഏതൊക്കെയാണ്? സൂതമഹാശയൻ പറയുന്നു, ആദ്യത്തെ ദ്വാപരത്തിൽ ബ്രഹ്മാവും, രണ്ടാമതായി പ്രജാപതിയും, മൂന്നാമതായി ഉഷനസ്സും, നാലാമത് ബൃഹസ്പതി, അഞ്ചാമത് സൂര്യൻ, ആറാമത് മൃത്യു, ഏഴാമത് ഇന്ദ്രൻ, എട്ടാമത് വസിഷ്ഠനാണ്, 9ാമതോ സാരസ്വതനാണ്, 10ാമത് ത്രിധാമാവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, 11ാമത് ത്രിവൃഷൻ, 12ാമത്തെ ഭരദ്വാജൻ, 13ാമത് അന്തരീക്ഷൻ, 14ാമത് ധർമ്മൻ, 15ൽ ത്രയാരുണി, 16ൽ ധനഞ്ജയൻ, 17ൽ മേധാതിഥി, 18ൽ വ്രതി, 19ൽ ആത്രി, 20ൽ ഗൗതമൻ, 21ൽ സുഹൈര്യാത്മാവ്, 22ൽ വ്യാജസ്രവസ്, 23ൽ അമുഷ്യായണ സോമൻ, 24ൽ തൃണബിന്ദു, 25ൽ ഭാർഗവൻ, 26ൽ ശക്തിയാണ്, 27ൽ ജാരൂകർണനും, 28ാമതായി കൃഷ്ണദ്വൈപായനും വേദം പങ്കിട്ടു. ഇവരൊക്കെ വേദം പങ്കിട്ടവരാണ് എന്ന് പറയുന്നു എന്ന് വ്യാസഗുരു തന്നെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഞാൻ മാത്രം വേദങ്ങൾ വ്യസിച്ചു, അതുകൊണ്ട് ഞാൻ വേദവ്യാസനായി ഒന്നൊന്നും പറയുന്നില്ല. അദ്ദേഹം എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന ഈ ഭാഗവതം മുക്തി ആഗ്രഹിക്കുന്നവർക്ക് മുക്തിയെ പ്രദാനം ചെയ്യുന്നു. എല്ലാ വേദങ്ങൾക്കും ആരാമവും കാമമോക്ഷവുമാണെന്ന് ഗുരുനാഥൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. അരണിയിൽ നിന്ന് സംജാതനും വിദ്യാവിശാരദനുമായ മകൻ ശുഗൻ ചോദിച്ചതനുസരിച്ചാണ് ഈ ഭാഗവതം അദ്ദേഹത്തെ വ്യാസർ പഠിപ്പിച്ചത്. ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതൊക്കെ പഠിക്കാൻ സാധിച്ചു. ചുളൂര് ഭാഗവതമാകുന്ന കൽപ്പതരുവിന്റെ ഫലാസ്വാദനം കൊണ്ട് ദുസ്തരമായ സംസാരത്തിന്റെ മറുകര കടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ശ്രീശുകന്യ ഭാഗവത പഠനത്തിന് ഒരുമ്പെട്ടത്. എല്ലാ രസങ്ങളും ഒത്തിണങ്ങിയ ഭാഗവത ശ്രവണം ഈ ലോകത്തിലെ ഏതൊരുവന്റെയും കലിഭീതി മാറ്റി യോഗീന്ദ്രന്മാർക്ക് മാത്രം ലഭിക്കുന്ന മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ദുരാചാരങ്ങൾ ചെയ്യുന്നവർക്കും വേദവിധിക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാത്തവർക്കും ഈ കഥാശ്രവണം സൽഫലത്തെ കൊടുക്കുന്നു. അവരും കൂടി ഇത് കേട്ടാലേ അവർക്കും കൂടി പുണ്യം ഉണ്ടാവും എന്ന് പറയുന്നു. എന്നാൽ ഈ കഥകളെ ശ്രദ്ധയോടെ കേട്ട് മനനം ചെയ്യുകയാണെങ്കിൽ ഇഹത്തിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സുഖഭോഗങ്ങളും അവസാനത്തിൽ ദേവീപദ പ്രാപ്തിയും ലഭിക്കുന്നതായിരിക്കും. നിർഗുണയായവളും ബ്രഹ്മാദികൾക്ക് പോലും ദുർലഭയായവളും വിദ്യ തന്നെ രൂപം കൊണ്ടവളും സജ്ജനങ്ങൾക്ക് പ്രിയമായവളും യോഗികൾക്ക് പ്രാപിക്കാവുന്നവളുമായിരിക്കുന്ന ആ ദേവി എല്ലായ്പ്പോഴും ദേവീപുരാണം ശ്രദ്ധയോടെ കേൾക്കുന്നവന്റെ ഹൃദയമുകുരത്തിൽ സ്ഥിരവാസമാക്കുന്നു എന്നാണ് പറഞ്ഞത്. സംസാരസാഗര ജലം കടക്കുവാൻ തക്കവണ്ണമുള്ള പൊങ്ങുതടി എന്നതുപോലെ അംഗവൈകല്യമൊന്നുമില്ലാത്ത പൂർണ്ണ മനുഷ്യനായി ജനിച്ചിട്ടും അതിനു വേണ്ട അറിവുണ്ടായിട്ടും ആരാണ് ഈ സൗഖ്യപ്രദമായ പുണ്യപുരാണം കേൾക്കാത്തത്? അവൻ വിധിയാൽ വഞ്ചിക്കപ്പെട്ടവൻ തന്നെയാണ്. ഇത്രയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത് കേൾക്കാൻ താല്പര്യപ്പെടാത്തവര് ഒരു കാര്യം പറയാനില്ല എന്നാ പറഞ്ഞത്. മനുഷ്യജന്മത്തിൽ വിശേഷപ്പെട്ട 2 കാതുകൾ കിട്ടിയിട്ടും ഭൗതിക സുഖങ്ങളിൽ വിഹരിച്ച് രാഗം മുഴുത്ത് മറ്റു വർത്തമാനങ്ങളിൽ രസം അനുഭവിച്ച് ധർമാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്ന ഈ പുരാണങ്ങളെ കേൾക്കാത്തവൻ
മൂഢൻ തന്നെയാണെന്ന് പറഞ്ഞു. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ അധ്യായം ദേവീപാദങ്ങൾ സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ മഹാദേവി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.